ആലുവടുപ്പിലെ എല്ലാവരുടെയും മിക്ക പ്രശ്നങ്ങളാണ് കേട്ടോ ഈ ക്ലീനിങ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് കണ്ടില്ലേ, അടുപ്പ് ആകെ ഇതായി കിടക്കുകയാണ്. ഇത് ക്ലീൻ ചെയ്യണത് എങ്ങനെയെന്ന് നോക്കിക്കോളൂ കേട്ടോ. കത്തി കൊണ്ടുവയ്ക്കുന്ന അടുപ്പാണ് കേട്ടോ. ഇതിന് ക്ലീൻ ചെയ്യാണ്. ഇതുപോലെ ആദ്യം വെള്ളം ഒന്ന് നനച്ചിടണം കേട്ടോ. അതിൻ്റെ മേലെ കൂടെ നല്ലതുപോലെ ഒന്ന് നനച്ചിട്ടുകൊണ്ടാണ് ചെയ്യണത്. മിക്ക വീഡിയോസിലൊക്കെ കാണാം അടുപ്പ് ക്ലീൻ ചെയ്യാതെ പിന്നെ അങ്ങനെ ഇട്ടുകൊണ്ട് പോകണത്. നമ്മൾ അടുപ്പ് ചൂടായതുകൊണ്ട് അത് ക്ലീൻ ചെയ്യാൻ പറ്റില്ല, പിന്നെയാണ് ക്ലീൻ ചെയ്യലെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ വെറും സിമ്പിളായിക്കാണ് ചെയ്യാൻ പറ്റിയ മെത്തേഡാണ് കേട്ടോ. നമ്മളിത് ഈ കമ്പിച്ചണ്ടി നമ്മുടെ അതാ പറയല്, ചിലർ സ്ക്രബ്ബർ എന്നൊക്കെ പറയലില്ലേ, ആ ഒരു സാധനം കേട്ടോ. അത് അടിയിൽ വെച്ചുകൊണ്ട് കഷ്ണം മേലെ വെച്ചുകൊണ്ട് വരച്ച് നോക്കൂ. നല്ല സിമ്പിളായിക്കാണ് വേഗം കിട്ടും കേട്ടോ നിങ്ങൾക്ക് ചളികളൊക്കെ. ആ ഒട്ടിപ്പിടിച്ചെടുക്കുന്ന കറിയാണെങ്കിലും കഞ്ഞിൻ്റെ വെള്ളമാണെങ്കിലും എന്താണെങ്കിലും കേട്ടോ വരച്ചാൽ വേഗം പോയി കിട്ടും. ഇതുപോലെ നല്ല സ്പീഡിലൊന്നും അടിച്ചു നോക്കൂ കേട്ടോ. ചൂടുണ്ടാവില്ല. ചൂട് നിങ്ങൾക്ക് ആ ഒരു സ്ക്രബ്ബർ അടിയിലുണ്ടായതുകൊണ്ട് പിന്നെ കഷ്ണം മേലൊക്കെ ആവുകൊണ്ട് ചൂടൊന്നും ഉണ്ടാവില്ല. അടുപ്പിൻ്റെ ചൂടാറിയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചിരുന്നാൽ പിന്നെ അന്നത്തെ ദിവസം നടക്കില്ല കേട്ടോ. പിന്നെ നമ്മളെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ ഒരു അടുപ്പുമ്പോൾ തൊടാനൊരു ഇതല്ലേ, എന്തോ ഒരു മാതിരി തോന്നും കേട്ടോ. നമ്മൾ ക്ലീൻ ചെയ്യാൻ പിന്നെ ക്ലീനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുളിക്കുമ്പോഴല്ലേ ഒരു വൃത്തി ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. സിമ്പിളായി കണ്ടുള്ള മെത്തേഡാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. എല്ലാ ഭാഗത്തും ചളിയും തന്നെ ഇതുപോലെ ഒന്ന് അരച്ച് കണ്ട് പിന്നെ നമ്മൾ കഷ്ണം വെച്ചുകൊണ്ട് തോത്തി കിട്ടുക. വളരെ സിമ്പിളായിക്കാണ്ട് പെട്ടെന്ന് കിട്ടും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല ക്ലീൻ ആയിക്കാണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അടുപ്പ്. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കിട്ടാൻ വേണ്ടിയിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.